ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ കോഴി പൊരിച്ച റെസിപ്പി ആയിട്ടാണ്. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ നല്ല രുചിയുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇത് ചോറും ചപ്പാത്തിയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇതിൽ നമ്മൾ വളരെ കുറവ് എണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി എത്രയോ ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഇനി ഞാനിതിലേക്ക് ഒരു 5-6 ചെറിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ വലിപ്പവും എരിവും അനുസരിച്ചൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 10 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർക്കുന്നതായിരിക്കും ഈ ചിക്കൻ ഫ്രൈയിൽ ഏറ്റവും ടേസ്റ്റ് കൂടുക. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം കുറേ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം നമുക്ക് ചൊറുക്ക ചേർത്ത് കൊടുക്കണം, അതായത് വിനീഗർ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കും. ഇതിൽ നമ്മൾ തൈര് ചേർക്കുന്നത് ചിക്കനിലേക്കൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു 300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പും വിനീഗർ ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഈ ചിക്കനിൽ വേണം നമ്മൾ ആ മസാല തേച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കനും ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസ് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വെള്ളമൊന്നും തീരെ പാടില്ല കേട്ടോ, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം പോരും. അതുകൊണ്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കൈകൊണ്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് ചിക്കൻ പീസസിൽ എല്ലായിടത്തും മസാല ഒരേപോലെ നന്നായിട്ട് എത്തുള്ളൂ. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചിക്കൻ പീസസിൽ മസാല തേച്ച് പിടിപ്പിക്കുക. ഇനി നമ്മളിത് 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. ഇപ്പോൾ എത്രയോ സമയം വെക്കണോ അത്രയും നല്ലതാണ്. ഇപ്പോൾ തലേ ദിവസമൊക്കെ നമ്മൾ ഇത് മാരിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കുക. ഈ പാനിൽ നമ്മളിപ്പോൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ തീരെ അടി പിടിക്കുകയില്ല. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഇടാനായിട്ട്. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനിൽ നിന്ന് തന്നെ നിറയെ വെള്ളം ഇങ്ങോട്ടേക്ക് ഇറങ്ങും. അതൊക്കെ നന്നായിട്ട് വറ്റണം. അതിന് ശേഷം മാത്രം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ തീരെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ട് തന്നെ വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഊർന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ അത്യാവശ്യം കണ്ടോ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ അതുവരെ നമുക്കിത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഡ്രൈ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് വേറൊരു ചട്ടി വയ്ക്കുക. ഈ ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സവാള അരിഞ്ഞതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിറയെ കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം.
നമുക്കറിയാം ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ സവാളയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ഒരു തരി വെളിച്ചെണ്ണ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒക്കെയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നല്ല പതുക്കെ ഇരുന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ വഴറ്റാൻ വെച്ചിരുന്ന സവാളയൊക്കെ ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. നമുക്കൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി 1 മിനിറ്റ് ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചിക്കൻ ഫ്രൈഡ് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചതച്ച മുളകാണ്. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൊടി നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല, ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മസാലയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 1/4 ഭാഗത്തോളം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന സവാളയൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഏത് പരിവം വേണോ ആ പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കുറച്ച് നേരം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നല്ലോണം ഫ്രൈ ആയിട്ട് ആ സവാളയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും. അപ്പോൾ നമ്മളധികം എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.